നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അനുമോളുടെ കല്യാണത്തിനെ സംബന്ധിച്ച് അനുമോളുടെ ഒരുപാട് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഫോട്ടോയിൽ അനുമോളുടെ അച്ഛൻ ഫ്രണ്ടിലിരിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ഫാമിലി മെമ്പേഴ്സ് മുഴുവനായിട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോനെ വെച്ച് ഇദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു വീട്ടിലെ അച്ഛനാണ് എന്താ പറയാ കുടുംബം ഭരിക്കുന്നത്. അതായത് അച്ഛനാണ് പവർ കൂടുതൽ, അമ്മയ്ക്ക് അവിടെ വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ അധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അനുമോൾ അവിടെ വന്നൊരു കമന്റ് ചെയ്യുകയും അനുമോൾ ഇവർക്ക് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾക്ക് ഇവർ തിരിച്ച് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെയാണ് ഇവർ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഫോട്ടോ എന്താണെന്നും പുള്ളി പറഞ്ഞത് എന്താണെന്നും ആരുടെ ഭാഗത്താണ് ഇതെന്നും അനുമോൾ റിപ്ലൈ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പം നമുക്ക് അവർ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും വെച്ചുതരാം ഗൈസ്. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേ. ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഇപ്പൊ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് നല്ല മാന്യമായ രീതിയിൽ പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. കാരണം അനുമോളുടെ ഹസ്ബൻഡും നിൽക്കുന്നു, അനുമോളുടെ ചേച്ചി നിൽക്കുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് നിൽക്കുന്നു, അനുമോളുടെ അമ്മയും അച്ഛനും, അതുപോലെ തന്നെ അനുമോളുടെ അമ്മായിയമ്മ. സോ അനുമോളുടെ അമ്മായി അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മായിയമ്മ ഒറ്റയ്ക്കാവുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അമ്മായിയമ്മ ഒറ്റയ്ക്കാവുന്നത് കൊണ്ട് അനുമോളുടെ അമ്മായിയമ്മയുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഇവരിലെല്ലാം മൂത്തതായിരിക്കുന്ന അവരുടെ അച്ഛൻ തന്നെയായിരിക്കും. സോ അവരുടെ അച്ഛൻ വന്ന് ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്നു. അത് കണ്ടപ്പോൾ അതൊരു മേധാവിത്വമായിട്ടോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇതുമായിട്ടും കാണുന്നില്ല. കാരണം അവിടെ 2 പുരുഷന്മാരുണ്ട്, അനുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ അനുമോളുടെ ഹസ്ബൻഡും. അങ്ങനെ 2 പുരുഷന്മാരുണ്ട്, അവരൊക്കെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 പേർക്കും വന്ന് ഫ്രണ്ടിൽ ഇരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും അതൊരു പുരുഷ മേധാവിത്വം ആ ഒരു ഫോട്ടോയിലൂടെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഈവൻ ഇവരുടെ വ്ളോഗിലൂടെയൊക്കെ ഇവർ കാണിക്കുവാണ്, അല്ലെങ്കിൽ വ്ളോഗിൽ ചില ഭാഗങ്ങളിൽ കാണിക്കുന്നിടത്ത് അങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ നമുക്ക് പിന്നെയും പറയാം പുരുഷ മേധാവിത്വം കാണിച്ചു എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ നമുക്കൊരു ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരാളെയോ അല്ലെങ്കിൽ ആരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ക്യാമറമാൻ പറയുന്ന പോലെ ആയിരിക്കും. ചിലപ്പോൾ ക്യാമറമാന് ഇതായിരിക്കും കൂടുതൽ ഭംഗി എന്നുള്ള രീതിയിൽ തോന്നുമ്പോൾ അങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊരു ഇഷ്ടത്തിന് അവരങ്ങനെ നിൽക്കുന്നു. അതായത് ഇന്ന് അവരുടെ ഫാമിലിയിലേക്ക് കയറി വന്ന അനുമോളുടെ അമ്മായിയമ്മ വന്നു, അപ്പൊ ആ അമ്മേനെ ഒറ്റയ്ക്കാക്കണ്ടെന്നുള്ള രീതിയിൽ അമ്മ അങ്ങോട്ട് പോയി നിൽക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇവർ ഒരുപാട് ഫോട്ടോസ് പബ്ലിഷ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നതായിട്ടും അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം അതൊക്കെ ഇനി ഒരാളുടെ കണ്ണിലൂടെ കാണുമ്പോൾ അവർക്ക് തോന്നിയ കാര്യം അവർ വന്ന് പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അത് പറയുമ്പോൾ പറയുന്നതായിട്ടുള്ള ഒരു മാന്യത വേണം. കാരണം ഇവിടെ ഇവര് പറയുന്ന എന്താണ്, കരഞ്ഞു മെഴുകാൻ മാത്രമേ അറിയത്തുള്ളൂ, കുറച്ച് ഫെയിം വേണം, അങ്ങനെ അനുമോളെ താഴ്ത്തി കെട്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അനുമോൾ എന്ന് പറയുന്ന ഒരാൾ, അതായത് ഇവർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ വന്ന് അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ കഴിവാ, പഠിച്ച് ജോലി ഒരിക്കലും അല്ല.
നമ്മൾക്ക് ഇപ്പം ഈവൻ എന്താ പറയുക, എൻ്റെ അമ്മ സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. സോ അവർക്ക് ആ ഒരു കഴിവ് വേണം. അതായത് അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന ഇപ്പം ലൈക്ക് എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതൊരു കുറഞ്ഞ ജോലിയാണെന്നുള്ള രീതിയിലൊന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ അച്ഛൻ കൃഷിക്കാരനാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഞാൻ വളർന്നു വന്നതും. സോ ഓരോ ജോലിക്കും ഞാൻ അതിൻ്റെതായ മഹത്വം കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു IT ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിനകത്ത് കഴിവ് വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇപ്പം റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കണ്ടന്റ് കണ്ടുപിടിക്കണം, എഡിറ്റ് ചെയ്യാൻ കഴിവ് വേണം, അത് പോസ്റ്റ് ചെയ്യാൻ കഴിവ് വേണം. ഇനി TV ഷോസിൽ ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് 4 ആളുടെ മുന്നിൽ ഡയറക്റ്റ് സംസാരിക്കാനുള്ള കഴിവ് വേണം, പാട്ട് പാടാനുള്ള കഴിവ് വേണം, അല്ലെങ്കിൽ പാട്ട് പാടുന്നവരാണെങ്കിൽ അതിൻ്റെ കഴിവ് വേണം, സംസാരിക്കാനുള്ളവരാണെങ്കിൽ അതിൻ്റെ കഴിവ്. സോ എല്ലാം ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഇപ്പം ഒരു സ്റ്റേജിൽ കയറി നിന്ന് സ്വന്തം പേര് പോലും പറയാൻ വിറയ്ക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിപ്പം വേറെ മേഖലയെ നോക്കുമ്പോൾ അവർക്ക് അവിടെ നല്ല കഴിവായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കുറെ ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം, നല്ല രീതിയിൽ ഒരുങ്ങി വരാനുള്ള കഴിവ് വേണം. അപ്പൊ കരച്ചില് മെഴുകല് എന്നൊന്നും പറയില്ല. കാരണം അനുമോൾ എന്ന് പറയുന്ന ഒരാള് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ പോയി വിന്നറായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന നിങ്ങൾക്ക് പോലും മൊബൈലോ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് കണക്ഷൻ പോലും ഇല്ലാതെ 100 ദിവസം ഒരു വീട്ടിൽ നിങ്ങളെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും? അനുമോളെ സംബന്ധിച്ചിടത്തോളം എന്ത് പേരും കൊണ്ടാണ് അകത്തോട്ട് പോയ ആ ഒരു പേരും കൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പൊ പല ആൾക്കാരുണ്ട് അതിൽ നല്ല വിളിയിലൊക്കെ നല്ല അഭിപ്രായമായിരിക്കും, പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ അഭിപ്രായമൊക്കെ കളഞ്ഞു പുളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അനുമോളെ നമ്മൾ വെളിയിൽ അനുമോളെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ് അവിടുന്ന് പോയി തിരിച്ചു. പിന്നെ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിപ്പറ്റാനായിട്ടുള്ളൊരു കഴിവ് വേണം അല്ലെ. ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എനിക്കൊരു ഫേസ് റെക്കഗ്നൈസേഷൻ വേണം. സോ അതൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ വെറും സ്ക്രാച്ചിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. കാരണം അനുമോളുടെ ഫാമിലിയിലുള്ളവരാണോ അങ്ങനെ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് അനുമോളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാനൊരു അനുമോൾ ഫാനായി മാറിയത് തന്നെ അനുമോൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരുടെ അയലോക്കത്തുള്ള എല്ലാവരോടും ഞാൻ സംസാരിച്ച് അവരെ ഒക്കെ അനുമോളെ കുറിച്ച് പറയുന്നത് കേൾക്കണം. സോ അങ്ങനെ പെരുമാറാനും അതൊക്കെ ഒരു കഴിവ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല മനസ്സ് വേണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ അനുമോള് നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അനുമോൾ അത്രയധികം സ്നേഹിക്കുന്നതാണ് അനുമോളുടെ പേരൻസിനെ. സോ നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അച്ഛനെ, എൻ്റെ അച്ഛനെ ഒരാൾ ഇങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യും. കാരണം അനുമോള് നിങ്ങൾക്ക് ഒരു കുറ്റവും കൊണ്ട് ചെയ്തിട്ടില്ല. അവരൊരു പോസ്റ്റ് ഫോട്ടോ ഇട്ടു, എല്ലാം ശരിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി, എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ള അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അനുമോൾ കരഞ്ഞു മെഴുകി കുറച്ച് ഫെയിം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പറയാനുള്ള യാതൊരു അർഹതയും നിങ്ങൾക്കില്ല. ഓക്കെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ കഴിവ് വേണം. അതില്ലെങ്കിൽ ആ ഫീൽഡിൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യവുമല്ല. അനുമോളെ അറിയാവുന്നവർ അനുമോക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. അനുമോൾ എന്നോട് പറഞ്ഞത് നീ പോയി പണി ചെയ്ത് ജീവിക്കൂളെ എന്നാണ്. അനുമോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം എനിക്കറിയാവുന്ന അനുമോക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അനുമോൾ സ്റ്റേജ് ഷോയിൽ പോകുന്നു, ബിഗ് ബോസ് അങ്ങനത്തെ പല പരിപാടികളിലൊക്കെ പോയിട്ടാണ് ഏൺ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും ഏർണിങ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ഞാനല്ലേ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അത്യാവശ്യം ഞങ്ങൾ പഠനത്തിന് വേണ്ടി വായനയ്ക്ക് വേണ്ടി കുറച്ച് കാലങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് അതിനുശേഷം കോർപ്പറേറ്റിലേക്ക് കടന്നു വന്ന് കോർപ്പറേറ്റിൽ നല്ല കരിയർ ബിൽഡ് ചെയ്തൊരു മിഡ് മാനേജ്മെൻറ്റ് ലെവലിൽ ജോലി ചെയ്യുന്നവരാണ് ഞാനും എൻ്റെ വൈഫും. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരിക്കലും പോയി പണി ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ ഉള്ളവരാണെന്ന് ഉള്ള അനുമോളുടെ ചിന്താഗതി തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? സെലിബ്രിറ്റീസിന് മാത്രമുള്ളതല്ല ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. ആർക്കൊക്കെ എന്തൊക്കെ അഭിപ്രായം പറയാം, എന്തൊക്കെ ഷെയർ ചെയ്യാം, എന്ത് പേഴ്സണൽ ലൈഫ്, കരിയർ റിലേറ്റഡ് എന്തും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉള്ള പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് സെലിബ്രിറ്റീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല ഈ. ശരിയായിരിക്കും, സെലിബ്രിറ്റീസിന് മാത്രമല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിയ രീതിയിലോ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പിന്നെ എപ്പോഴും ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ജോബാണ് അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ജോബാണെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. നിങ്ങൾ ഞാനും PG വരെ പഠിച്ചൊരു വ്യക്തിയാണ്, എന്നിട്ട് ഞാനും IT ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ
എന്താ പറയാ, അതുപോലെ തന്നെ അതായത് നമ്മൾ പഠിച്ച് എക്സാംസ് എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിയിൽ കയറുന്നത് പോലെ തന്നെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവരോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോസിൽ പോയി വരുമാനം കണ്ടെത്തുന്നവരോ അത്രയധികം ആദ്യം ചെറിയ ഷോസുകൾ ചെയ്ത് അവിടെ റെക്കഗ്നൈസ് ചെയ്ത് വീണ്ടും വലിയ ഷോസിലേക്ക് വന്നു, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് അവരും വരുന്നത്. ഇവിടെ ഈ ജോലി ആ ജോലി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഇവർ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന വളരെ പുച്ഛമായിട്ടും അവർക്ക് വലിയ കഴിവൊന്നുമില്ല. ഈ പഠിച്ച ജോലി വാങ്ങിക്കുന്നത് മാത്രമല്ല കഴിവ്, ബാക്കിയുള്ള നമുക്ക് അല്ലാത്ത സ്കിൽസ് ഉണ്ട്, അല്ലാത്ത നമുക്ക് ആർട്ട്പരമായിട്ടുള്ള ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, സംസാരിക്കാൻ, പിന്നെ ആൾക്കാരെ കയ്യിലെടുക്കാൻ, അതും കഴിവാണ്. അപ്പൊ അതും നമ്മള് എന്താ പറയാ, നമ്മള് അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ ഒരു സ്റ്റേജുകളിലേക്ക് എത്തുന്നത്. അനുമോളും പഠിച്ചൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത്രയും കുറച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ അനുമോളുടെ ഒരു അച്ഛനെ ആ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോയിലൂടെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇനി ഇവര് കുറച്ച് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് കേട്ടോ, അതിനും കൂടെ കാണാം. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല, പക്ഷെ എന്തിലും നമുക്ക് അതൊന്ന് കണ്ട് പോലല്ല ഇത്. ലക്ഷക്കണക്കിന് ആൾക്കാര് നാളെ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും. അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല, ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങള് അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്, ആങ്ങള പെങ്ങൾ ഒരുപോലാണ്, അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ യോജിക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങൾ വളരെയധികം പുരോഗമന ചിന്തയുള്ള വളരെയധികം പുരോഗമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പുരോഗമിച്ച് ചിന്തിക്കുന്നവരാണ്. അമ്മ എന്ന് പറയുന്ന ഒരിക്കലും അടുക്കളയിൽ കിടക്കാനുള്ളതാണ്. പക്ഷെ ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ ഇവരുടെ അമ്മ അടുക്കളയിൽ കിടക്കുന്നതാണെന്നോ അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഇതായിട്ട് നിൽക്കുവാണെന്നോ നമുക്ക് ഒരിക്കലും ഈ ഒരു ഫോട്ടോയിൽ പറയാൻ പറ്റില്ല. ഓരോ ഫോട്ടോയിലും ഓരോ പോസ് ആണ്, ഓരോ ക്യാമറമാൻ പറയുന്ന പോലെയാണ് അവര് എന്താ പറയാ, അവര് അത് കാണാനൊരു ഭംഗിയുടെ രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുക. അതായത് ഈ ഒരു ഫോട്ടോ കണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒരു വ്ലോഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്കൊരു അങ്ങനെ ഒരു തോന്നലുണ്ട്, പക്ഷെ അതൊരിക്കലും ശരിയല്ല. അങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ വീട്ടിലെ അമ്മ എന്ന് പറയുന്നതും അടുക്കളയിൽ കിടക്കേണ്ട ഒരാളല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, അച്ഛന്റെ ഒരു മേധാവിത്വമാണ് ഇവിടെ കാണിക്കുന്നത്. അനുമോൾക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം, അനുമോള് കരഞ്ഞു മെഴുകി നടക്കുന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിങ്ങളുടെ ചാനൽ അടിച്ചു പോയെങ്കിൽ നന്നായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അനുമോൾ അതിന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ്. കാരണം അവരുടെ അച്ഛനെ പറയുമ്പോൾ അനുമോൾ അത്രയും ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. സോ ആ ഒരു അച്ഛനെ പറയുമ്പോൾ അനുമോൾക്ക് അത്രയധികം ദേഷ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടിയത്. അതിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല. സോ അങ്ങ് കയറി ചെന്ന് വാങ്ങിച്ചതാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.